ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് എടുക്കുകയായിക്കോട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ പൈനാപ്പിൾ, ഓറഞ്ച്, പപ്പായ ഇവ മൂന്നും ഇതിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് മൂന്നും ചേർത്ത് കൊടുത്താൽ അത് നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിക്കാരം. അല്ലാത്ത പുളി ഇല്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിക്കാരം നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ. ഇനി നമുക്ക് പാലവിടെ റെഡിയാക്കുക. അപ്പോൾ ഇതാ തിളപ്പിക്കാത്ത പാലാണ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം എൻ്റെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ അതിന് പകരം നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് അങ്ങനെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് ഈ പാലിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ പാൽ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇത് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ 1 ടേബിൾ സ്പൂൺ ഉണ്ടായതുകൊണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിക്കാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അത് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാൻ ഫ്രൂട്ട്സും ഈ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സും എടുത്തിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മളത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഫ്രൂട്ട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാമെന്ന് കരുതി. അപ്പോൾ അതാ നമ്മളെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ടീനി, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല കുറച്ച് ഡേറ്റ്സ് കൂടി ഇട്ടിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്കെങ്കിലും ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.